എഞ്ചിൻ ഫ്രഷ് യൂസ്ഫുൾ ആണ്. ഡബിൾ അഭിപ്രായം. സോ ഉത്തരം ഒരു എഞ്ചിനെ സംബന്ധിച്ച് എഞ്ചിൻ ഓയിൽ സ്ലെഡ്ജ് ഉണ്ടാവുന്നത് പ്രോപ്പർ ഇന്റർവെല്ലിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ്. സ്ലെഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലെഡ്ജ് റിമൂവ് ചെയ്യാനായിട്ട് ഓരോ കമ്പനികൾ ഇറക്കിയിരിക്കുന്ന അഡിറ്റീവ്സ് ആണ് അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് ഈ എഞ്ചിൻ ഓയിൽ ഫ്രഷ് അല്ലെങ്കിൽ സ്ലെഡ്ജ് റിമൂവർ എന്ന് പറയുന്നത്. പല മാനുഫാക്ചേഴ്സും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. റെക്കമെൻഡ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സും കാണും. ഇനി നിങ്ങൾക്കിത് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ എഞ്ചിൻ്റെ അകത്ത് ഓയിൽ സീലുണ്ട്. ഓയിൽ സീൽ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ സീലിന് ഓയിൽ കുറച്ച് വേണം അതിൻ്റെ അകത്ത്, എങ്കിലേ അത് 100% എഫിഷ്യൻസിയോടെ വർക്ക് ചെയ്തുള്ളൂ. ഈ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ സീൽ ചിലപ്പോൾ സ്രിങ്ക് ആവും, ചിലപ്പോൾ പൊട്ടിപ്പോവും. സോ ഇത് സംഭവിക്കാതിരിക്കാനായിട്ട് ഇതിനെ ബാധിക്കാത്ത കെമിക്കൽസ് ഉള്ള എഞ്ചിൻ ഓയിൽ ഫ്രഷ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കുക. ചുമ്മാ ഒരു സാധനം മേടിച്ച് ഒഴിച്ച് പരിപാടി നടത്താതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, പഴയ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിൽ സീലൊക്കെ പിടിച്ച് നിൽക്കുന്നത് ഈ സ്ലെഡ്ജ് കൊണ്ടായിരിക്കും. ഈ സ്ലെഡ്ജ് ഇടയിൽ കയറിയിട്ടായിരിക്കും പൊട്ടി നിൽക്കുന്ന ഓയിൽ സീലൊക്കെ പിടിച്ച് നിൽക്കുന്നത്. നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ സീലിൻ്റെ ഇടയിൽ ഈ ഓൾറെഡി ഉള്ള ക്രാക്കിൻ്റെ അകത്തുനിന്ന് ഈ സ്ലെഡ്ജ് എല്ലാം മാറിയ ശേഷം ഓയിൽ അതിൻ്റെ അകത്തൂടെ ഇറങ്ങിപ്പോകാൻ തുടങ്ങും. അങ്ങനെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ് ആവും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒത്തിരി പഴയ വണ്ടിയാണ്, മൊത്തം നശിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു പണിയുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അതിലും വലിയ പണിയാവും. എഞ്ചിൻ ഓയിൽ ഫ്രഷ് ഉപയോഗിക്കുകയോ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങളുണ്ട്, ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, ഉപയോഗിക്കാവുന്ന വണ്ടികളുണ്ട്. പിന്നെ കഴിവതും പുതിയ വണ്ടികളിൽ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. പ്രോപ്പറായിട്ട് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷങ്ങളുള്ള ഒരു പ്രശ്നമില്ലാതെ വണ്ടി കൊണ്ടുനടക്കാൻ സാധിക്കും.